ഹായ് ഫ്രണ്ട്സ്, BSNL ഇതാ അടിച്ചു കയറി വരവ് നടത്തിയിരിക്കുകയാണ്. രാജ്യത്തെ 65,000 ടവറുകളിൽ BSNL 4G ഇനി ലഭ്യമാണ്. 1,00,000 സൈറ്റുകൾ ഉടൻ തന്നെ ലഭ്യമാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ 65,000 സൈറ്റുകളിൽ BSNL 4G സേവനങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നതായിട്ട് കമ്പനി ചെയർമാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 വർഷത്തോടെ ഇത് 1,00,000 വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതോടെ ടെലികോം മേഖലയിൽ കിടമത്സരവും രൂക്ഷമാകുകയും ചെയ്യും. ഇന്ത്യൻ ടെലികോം വിപണിയിൽ അപ്രതീക്ഷിതമായ കിടമത്സരമാണ് നിലവിൽ BSNL സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വകാര്യ ടെലികോം കമ്പനികൾ അരങ്ങുവാണിടത്തേക്ക് കരുത്തുറ്റ ചുവടുകളോടുകൂടിയാണ് BSNL തിരിച്ചുവരവ് നടത്തിയത്. 2024 ജൂലൈ മാസത്തിൽ ജിയോ, എയർടെൽ, വോഡാഫോൺ, ഐഡിയ അടക്കമുള്ള കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതും BSNLന് നേട്ടമായിട്ടുണ്ട്. എന്നാൽ പിന്നീട് സർവീസ് ക്വാളിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉയർന്നു. എന്നാൽ ഇപ്പോഴിതാ തങ്ങളുടെ നെറ്റ്വർക്ക് ശേഷി വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം കമ്പനി തുടരുകയാണ്. നിലവിൽ BSNL 4G സേവനങ്ങൾ രാജ്യത്തെ 65,000 സൈറ്റുകളിൽ ലഭ്യമാക്കി കഴിഞ്ഞു. BSNLന്റേത് പൂർണ്ണമായും ഭാരതത്തിൽ വികസിപ്പിച്ച തദ്ദേശീയമായ സാങ്കേതിക വിദ്യയാണെന്നും വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളൂവെന്നും BSNL ചെയർമാൻ റോബർട്ട് ജെ രവി ഇക്കണോമിക് ടൈംസിനോട് പറഞ്ഞു. നിലവിൽ കൂടുതൽ ടവറുകളിൽ 4G സേവനങ്ങൾ ലഭ്യമായതോടെ ഉപഭോക്താക്കൾക്ക് ശക്തമായ സിഗ്നൽ, കൂടിയ ഡാറ്റ വേഗത എന്നിവ ലഭിക്കും. 2025 വർഷത്തിന്റെ പകുതിയോടെ രാജ്യത്ത് 1,00,000 ടവറുകളിൽ 4G ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് BSNLന് ഉള്ളത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രായ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2024 നവംബറിൽ BSNLന് 3,00,000 ഉപഭോക്താക്കളെയാണ് നഷ്ടപ്പെട്ടത്. തുടർച്ചയായ കോൾ ഡ്രോപ്പുകൾ, ഡിസ്കണക്ഷൻ അടക്കമുള്ള കണക്ടിവിറ്റി പ്രശ്നങ്ങൾ മുതലായവയാണ് പല ഉപഭോക്താക്കളെയും BSNL വിടാൻ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഫെബ്രുവരിയോടെ ഇത് പരിഹരിക്കപ്പെടുമെന്ന് കമ്പനിയിലെ സീനിയർ ഒഫീഷ്യൽസ് മാധ്യമങ്ങളോട് അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതിനിടെ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് മേഖലയിലേക്കും കമ്പനി ചുവടുവെച്ചു. രാജസ്ഥാനിൽ ഇന്റർനെറ്റ് ഫൈബർ TV അതായത് IFTV അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒരു പൈലറ്റ് പ്രോഗ്രാമായി ആരംഭിച്ച ഈ പദ്ധതി വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. പഞ്ചാബ്, ചണ്ഡീഗഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും IFTV ലഭ്യമാണ്. നിലവിൽ IFTV സേവനങ്ങൾ പല സംസ്ഥാനങ്ങളിലേക്കും BSNL വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തടസ്സങ്ങൾ ഏതുമില്ലാതെ ടെലിവിഷൻ സ്ട്രീം ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുമെന്നതാണ് പ്രധാന നേട്ടം. ഫൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ടെലിവിഷനാണ് ഇത്. ഭാരത് ഫൈബർ ഉപയോഗിക്കുന്ന BSNL ഉപഭോക്താക്കൾക്ക് അധിക ചാർജുകളൊന്നും നൽകാതെ 500 ലൈവ് TV ചാനലുകൾ ലഭ്യമാക്കും. ഇനി ഇതിന്റെ നിലവിലുള്ള പ്ലാനുകളിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. 187 രൂപയുടെ പ്ലാനിൽ ഡെയിലി 1.5 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും 100 SMS-ഉം 28 ദിവസം വാലിഡിറ്റിയും ലഭിക്കും. ഇനി 485 രൂപയുടെ റീചാർജ് പ്ലാനിൽ ഡെയിലി 1.5 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും 100 SMS-ഉം 82 ദിവസം വാലിഡിറ്റിയും ലഭിക്കും. 399 രൂപ റീചാർജ് പ്ലാനിൽ ഡെയിലി 1 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും 70 ദിവസം വാലിഡിറ്റിയും ലഭിക്കും. പിന്നെ കോളുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്ലാനുകളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്ലാനുകളിൽ സ്ഥിരമായി റീചാർജ് ചെയ്യുന്നവർക്ക് കൃത്യമായ ഡാറ്റയും വാലിഡിറ്റിയും ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. നമുക്കെല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ തൽക്കാലം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വിശേഷങ്ങളുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.